رسوله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم والضحى പ്രഭാത സമയത്തിനെ തന്നെയാണ് സത്യം. അപ്പോ ആ സമയം കൊണ്ട് സത്യം പിടിക്കാൻ കാരണമാണ്. ആ സമയത്തിന് അത്രയും ഒരു പ്രാധാന്യം ലഭിക്കാൻ എന്താണ് കാരണം എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അവർ ചർച്ച ചെയ്തപ്പോൾ അതിന് അവര് പറയുന്ന കാരണം ആ സമയത്തിന് ഒരുപാട് ബർക്കത്തുണ്ടെന്നാണ്. അതിൽ ആദ്യത്തെ കാരണം ആ സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ദുആന്റെ ആ സമയം പിന്നെ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. മഹാനായ സയ്യിദുനാ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതകാലത്ത് മഹാനവരുകൾ നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്നു സാഹിര്യങ്ങളുടെ പ്രശ്നം. മാരണക്കാർ, മാട്ടം ചെയ്യുന്ന ആളുകൾ, അവർ മൂസാ നബി അലൈഹിസ്സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സിഹർ കൊണ്ട് അവർ കൊണ്ടുവന്ന കയറുകൾ, അതുപോലെ കുന്തങ്ങൾ, വടികൾ, അതൊക്കെയും ഭൂമിയിലിട്ട് അവർ വലിയ വലിയ പാമ്പുകളായി മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. ഖുർആൻ പറഞ്ഞ വിഷയമാണ്. സിഹറാണ്, സംഭവം കയറാണ്. അത് ഭൂമിയിൽ അവരിട്ടപ്പോൾ വലിയ പാമ്പുകളായി, സർപ്പങ്ങളായി. അവരുടെ കയ്യിലുള്ള കുന്തങ്ങൾ, അവരുടെ കയ്യിലുള്ള വടികൾ, അവർ എന്തിട്ടാലും അതൊരു വലുതും ചെറുതുമായ പാമ്പുകളായിട്ട് ഇങ്ങനെ രൂപാന്തരപ്പെട്ടുന്നതാണ്. അതുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് വലിയ ബേജാറായി, പേടിയായി, കാണുമ്പോ പേടി. അപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു, മൂസ നിങ്ങൾ എന്തിനാ ബേജാറാന്ന്? നിങ്ങളുടെ കയ്യിൽ ഒരു വടിയില്, ഞാൻ ഏൽപ്പിച്ച വടി, മൂസാ നബിന്റെ ഏറ്റവും വലിയ മുജിദത്താണ് ഒരു വടി. ആ വടി നിങ്ങൾ താഴേക്ക് ഭൂമിയിലേക്ക് ഇടും മൂസാ നബിയെ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആ വടി ഭൂമിയിൽ ഇട്ടു. ഇട്ടിനാകുമ്പോ അവരെക്കാട് വലിയ പാമ്പായിട്ട് ഈ വടി മാറി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള വടി ഭൂമിയിലിട്ടപ്പോ അവരുടെ സീന കൊണ്ടുണ്ടാക്കിയ പാമ്പിനേക്കാൾ വലിയ പാമ്പായി മൂസാ നബിന്റെ വടി. എന്നിട്ടോ പാമ്പായത് മാത്രമല്ല, ഈ പാമ്പ് ആ മറ്റുള്ള പാമ്പുകളെ മുഴുവനും വിഴുങ്ങിയതാണ്. ഏത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയാകുന്ന ഈ പാമ്പ് അവര് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുത്തിയ പാമ്പുകൾ മുഴുവനും വയറ്റിലാക്കിയതാണ്. ഈ സംഭവം നടന്നത് പരിശുദ്ധമായ ദുആന്റെ സമയത്തിനായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്തിന് അല്ലാഹു തആല വലിയ പ്രാധാന്യം നൽകി. മൂസാ നബിക്ക് വലിയ ആശ്വാസം നൽകിയ സമയം. അതുപോലെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനോട് ഈ ലോകത്ത് സംസാരിച്ച ഒരു പ്രവാചകനാണ് കരീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ കയറി പടച്ച റബ്ബ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സംഭാഷണം നടത്താൻ സെലക്ട് ചെയ്ത സ്ഥലമാണ്. അങ്ങനെ സംസാരിക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ മൂസാ നബി അലൈഹിസ്സലാം ചെയ്തു. അപ്പോ അവസാനം ആ സംസാരിച്ച ആ സമയം തന്നെ മുനാജാത്ത് ചെയ്ത കല്ലമല്ലാഹു മൂസ തക്രീമ എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ സമയം അത് ദുആന്റെ സമയമായിരുന്നു. അല്ലാഹുവോട് സംസാരിക്കുന്നത് ഭയങ്കര ഒരു വിഷയം തന്നെ. ആ സമയം ദുആന്റെ സമയമായിരുന്നു. അതുകൊണ്ട് ആ സമയത്തിന് വലിയ ബർക്കത്ത്. മാത്രമല്ല, മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഇത് വലിയ തഫ്സീറാണ്. തഫ്സീറുൽ കബീർ എന്ന് പറഞ്ഞ ഒരുപാട് വാക്യങ്ങളുള്ള വലിയ പരിശുദ്ധമായ തഫ്സീറിന്റെ ഒരു സംഹാരമാണ് തഫ്സീറുൽ കബീർ എന്ന് പറഞ്ഞത്. റാസി ഇമാം ഉണ്ടാക്കിയതാണ്. റാസി ഇമാം എന്ന് പറഞ്ഞാൽ റാസി ഇമാമിന്റെ തഫ്സീർ ഇക്കാലത്തിലുള്ള സയന്റിസ്റ്റുകൾ പോലും, ഇക്കാലത്തിലുള്ള സയന്റിസ്റ്റിക് വിജ്ഞാനികൾ പോലും ആ തഫ്സീറിലുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്ത് ചർച്ച ചെയ്യാറുണ്ട്. അത്രയും വലിയ ബുദ്ധിമാനും അത്രയും വലിയ വിവരജ്ഞാനിയുമായിരുന്നു മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു.
അപ്പോൾ ആസിമ അവിടുത്തെ തഫ്സീരിൽ സൂറത്തുൽ ദുഹാന്റെ തഫ്സീരിൽ പറഞ്ഞത് കാണാം, ഈ വദ്ദുഹ എന്ന ഈ വാക്കുകൊണ്ട് സത്യം പിടിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് അള്ളാഹു പറയുന്നത് ഒരു ആശ്വസിപ്പിക്കുന്ന വാക്കതാണ്. കാരണം ഈ ദുആ സൂറത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് പറയും. ദുആ സൂറത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് കാലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളെ സമീപിക്കാത്ത കാലമായിരുന്നു. ജിബ്രീലിന്റെ വഹി വരാത്ത കാലമായിരുന്നു. അപ്പോ മക്കയിലുള്ള ആളുകളൊക്കെയും റസൂലുള്ളാഹി ഞങ്ങളെ ഒരുപാട് പരിഹസിച്ചതാണ്. ഒരുപാട് രൂപത്തിലുള്ള വേദനിപ്പിക്കുന്ന വാക്കുകൾ മറ്റൊക്കെ പറഞ്ഞിരുന്നു. എന്നാ മുഹമ്മദെ, നിന്റെ ജിബ്രീൽ നിന്നോട് പിണങ്ങിയോ? നിന്റെ പടച്ചവൻ നിന്നോട് പിണങ്ങിയോ? എന്താ ഇപ്പൊ നിന്റെ അടുത്ത് ഇല്ലല്ല, വഹിയില്ലല്ല, ഖുർആനിലെ ആയത്ത് വരുന്നില്ലല്ല, എന്താ പിണക്കാണോ? ഇങ്ങനെ ഒരുപാട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ മക്കക്കാര് പറഞ്ഞു എന്നാണ്. അപ്പൊ ഈ സംഭവം പറഞ്ഞിട്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് റസൂലുള്ളാഹി തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കിലേക്കുള്ള സൂചനയാണെന്നാണ്. എന്താ ആശ്വാസം? നബിയെ, നിങ്ങൾ ബേജാറാകണ്ട. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വലിയ വലിയ ശത്രുക്കൾ ഇപ്പൊ ഈ പാമ്പനെ ഇങ്ങനെ വിങ്ങിട്ടാകുമ്പോ ആ സാഹചര്യങ്ങൾ എന്താണെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ആ സാഹചര്യങ്ങൾ മുഴുവനും മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. മൂസാ നബിന്റെയും മോചിതത്വം കണ്ടിട്ട് അവർ വിശ്വസിച്ചു എന്നാണ്. അപ്പൊ അതുപോലെ നബിതങ്ങളോടുള്ള ആശ്വാസം, നബിയെ ബേജാറാകണ്ട, നിങ്ങളെ പ്രയാസപ്പെടുത്തിയവർ, നിങ്ങളെ വിഷമിപ്പിച്ചവർ, അവരൊക്കെയും ഈ സമയത്തിലാണ് ഞാൻ മുസ്ലിമീങ്ങളാക്കി അവരെ മാറ്റിയത്. അതുപോലെ നിങ്ങളെ ശത്രുക്കളെയും ഞാൻ നന്നാക്കാം. നിങ്ങളെ കുറ്റം പറഞ്ഞവരെയും നിങ്ങളെ വേദനിപ്പിക്കുന്നവരെയും എനിക്ക് നന്നാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ബേജാറാകണ്ട എന്ന ഒരു വിഷയത്തിലേക്കുള്ള സൂചന ഈ പരിശുദ്ധമായ വദ്ദുഹ എന്ന ആയത്തിലുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല രൂപത്തിലും പ്രയാസപ്പെടുത്തിയവരാണ് മക്കയിലുള്ള വലിയ വലിയ ശത്രുക്കൾ. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, ഫിരൗന്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശത്രു ഫിരൗനായതുപോലെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, ഫിരൗനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഫിരൗൻ അബൂജഹൽ എന്നാണ്. നമ്മള് ഈ ഉമ്മത്തിന്റെ ഫിരൗനായിരുന്നു അബൂജഹൽ എന്ന് പറഞ്ഞത്. എല്ലാ രൂപത്തിലും റസൂലുള്ളാഹി ഞങ്ങളെ വകവരുത്താൻ വേണ്ടി നോക്കിയ ആളാണ്. സീർ ചെയ്തിട്ടുണ്ട്, വാക്കുകൊണ്ട് കൊല്ലാൻ വേണ്ടിട്ട് ആളെ അയച്ചിട്ടുണ്ട്, പൈസ കൊടുത്തിട്ട് കൊല്ലാൻ വേണ്ടിട്ട് അയച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. ഞാൻ അവസാനം അബൂജഹൽ റസൂലുള്ളാഹി ഞങ്ങളെ കൊല്ലാൻ വേണ്ടിട്ട് ഒരു പദ്ധതി തീരുമാനിച്ചു. എന്തറിയോ? അക്കാലത്ത്, അതായത് അന്നത്തെ ആ കാലത്ത് എല്ലാ ആളുകളും പ്രശ്നം തേടി പോകുന്ന വലിയൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഇക്കാലത്ത് എന്ത് പ്രശ്നം വന്നാലും, ഏത് രാജ്യത്തിന്റെ പ്രശ്നം വന്നാലും അതിന്റെ തീരുമാനം പറയുന്ന വലിയൊരു ഉപാധന നമ്മുടെ അമേരിക്കന്റെ പ്രസിഡന്റ് അല്ലെ. എന്നാലും നമ്മുടെ മോദി കത്തെഴുതും അങ്ങോട്ട്, എല്ലാവരും കത്തെഴുതും അങ്ങോട്ട്. കാരണം വലിയൊരു നമ്മുടെ ഇക്കാലത്തിലുള്ള വലിയൊരു ആളായിട്ടാണ് കാണുന്നത് അമേരിക്കന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു. എന്നതുപോലെ അക്കാലത്ത് വലിയ ഒരാളായിരുന്നു ഷാമിന്റെ ഭരണാധികാരിയായ ഹബീബ് ബിൻ മാലിക് എന്ന് പറയുന്ന ചങ്ങാതി. ഹബീബ് ബിൻ മാലിക് എന്നാണ് അദ്ദേഹത്തിന്റെ വലിയ ഭരണാധികാരിയാണ്. അയാൾ എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പൊ അയാളിലേക്ക് അബൂജഹൽ ഒരു കത്തെഴുതി. നമ്മുടെ നാട്ടില് മക്കയിൽ ഇങ്ങനത്തെ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അയാളെ കൊണ്ട് എല്ലാവരും വിശ്വസിക്കാൻ. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോ അദ്ദേഹത്തിന്റെ മെമ്പർമാർ കൂടി വരുന്നു. അതെങ്ങനെ വിട്ടാൽ ഇവിടെ എല്ലാവരും മുസ്ലിങ്ങളായി തീരും. അതുകൊണ്ട് അയാളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഒരു കത്തെഴുതി. ഷാമിന്റെ ഭരണാധികാരി ഹബീബ് ബിൻ മാലിക് എന്ന് പറയുന്ന രാജാവിന് കത്തയാൾ കിട്ടി. കിട്ടിയാൽ അയാൾ എന്നെക്കാൾ വലിയ ആളുണ്ട്. അയാളെ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, റസൂലുള്ളാഹിനെ കുറിച്ച് ഇയാളെ അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ എന്നെക്കാൾ വലിയ ആള് വേറെ ആളുണ്ട്. അതുകൊണ്ട് അയാളൊന്ന് വകവരുത്തണമെന്ന് പറഞ്ഞിട്ട് അയാളുടെ പട്ടാളവുമായി ആ ഹബീബ് ബിൻ മാലിക് മക്കയിലേക്ക് വരുന്നു. മക്കയിലാണ് റസൂലുള്ളാഹി, മക്കയിലാണ്. അന്ന് ഖദീജ ബിബിയുണ്ട്. ഖദീജ ബിബിന്റെ ഹയാത്ത് കാലത്ത് അങ്ങനെ മക്കയിൽ വന്നു.
മക്കയിൽ വന്നിട്ട് രാജാവും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ആളെ മുഹമ്മദിനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണോ? കാരണം രാജാവ് അയാൾ വലിയ ഭരണാധികാരിയാണ്. ആളെക്കാണ് മുഹമ്മദിനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആളുകൾ പോയി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞു, നിങ്ങളെ കാണാൻ ഷാമിന്റെ രാജാവ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണോ? റസൂലുള്ളാഹി റഹ്മത്തുൽ ആലമീനല്ലേ, അവൻ വേണമെങ്കിൽ ആരെ കൊണ്ട് വരച്ചെന്ന് പറഞ്ഞില്ല, അങ്ങോട്ട് പോവാൻ ഞാൻ വരാം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ നല്ല വസ്ത്രങ്ങളെല്ലാം ധരിച്ച് നല്ല വുദൂഅൊക്കെ ചെയ്ത് ഹബീബായ തങ്ങൾ അങ്ങോട്ട് പോവാൻ രാജാവിനെ കാണാൻ പോകാൻ വേണ്ടി വരുമ്പോ ഖദീജ ബിബി ചോദിച്ചു, അല്ല നബിയെ എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചു. അപ്പൊ ഷാമിന്റെ രാജാവ് വന്നിട്ടുണ്ട് കാണാൻ വേണ്ടി പോകണം. ഖദീജ ബിബി പറഞ്ഞു, ഞാൻ വരാൻ നിങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടാകും. ഖദീജ ബിബി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ബോഡി ഗാർഡാണ്. അന്നത്തെ കാലത്ത് തങ്ങൾ എല്ലാ രൂപത്തിലും അഭയം കൊടുത്തതും റസൂലുള്ളാഹി തങ്ങൾക്ക് സംരക്ഷണം കൊടുത്തതും മഹതിയായ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. ഖദീജ ബീബി എന്ന് പറഞ്ഞാൽ മക്കയിൽ വലിയ സ്ഥാനമുള്ള വലിയ പേരുള്ള മഹതിയാണ്. അങ്ങനെ മഹതിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ ഞങ്ങളോടൊപ്പം കുറച്ചു പേരെ വരുമ്പോ സിദ്ദീഖ് ചോദിച്ചു, എങ്ങോട്ടാണ്? ഷാമിന്റെ രാജാവ് വന്നിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാനും വരാം. അങ്ങനെ മൂന്നാളുകൾ സിദ്ദീഖ് വലഭാഗത്ത്, ഖദീജ ബീബി പിൻഭാഗത്ത്, റസൂലുള്ളാഹി മൂന്നാള് ഹബീബ് ബിൻ മാലിക്കിന്റെ അടുത്ത് പോയിട്ട് അയാൾ ഇരിക്കുന്നുണ്ട്. കിതാബിലുള്ള സംഭവം കിതാബ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ദൂരെ നിന്നിട്ട് അയാൾ ആദ്യമായിട്ട് ഹബീബായ തങ്ങളെ കാണാതെ റസൂലുള്ളാഹിന്റെ വിവരം അറിയാതെ നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ആളാണ്. പട്ടാളവുമായി ഷാമിൽ നിന്നിട്ട് വന്ന മനുഷ്യരാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ അടുത്തെത്തുമ്പോ ഈ മനുഷ്യൻ ചെയ്തെന്നറിയോ? രാജാവ് ഖാമ ഇക്റാമൻ ലഹു, റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോ നബിതങ്ങളെ ബഹുമാനിച്ച് അയാൾ നിന്നുപോയി. റസൂലുള്ളാഹിന്റെ ആ സൗന്ദര്യം കണ്ടപ്പോ, റസൂലുള്ളാഹി തങ്ങളുടെ ആ പ്രത്യേകമായ രൂപഭാവങ്ങൾ കണ്ടപ്പോ ബഹുമാനിച്ചുകൊണ്ട് ആ മനുഷ്യൻ നിന്നുപോയി. ഇത് അബൂജഹൽ നോക്കിയിരിക്കണം. കൊട്ടേഷൻ കൊണ്ട് പിടിപ്പിച്ചതാണ്. ഷാമിന്റെ കൊട്ടേഷൻ പിടിപ്പിച്ചതാണ്. എന്തിന്? റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ, റസൂലുള്ളാഹി തങ്ങളെ പേടിപ്പിക്കാൻ. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ ബഹുമാനിച്ചുകൊണ്ട് നിന്നുപോയി. അപ്പോ എന്നിട്ട് ഹബീബ് ബിൻ മാലിക് പറഞ്ഞു, ഞാന് തൗറാത്ത് വായിച്ചവനാണ്, ഇഞ്ചീൽ വായിച്ചവനാണ്. ആ തൗറാത്തിലും ഇഞ്ചീലിലും മുൻകാലത്ത് കഴിഞ്ഞുപോയ ഒരുപാട് പ്രവാചകന്മാരുടെ അത്ഭുതങ്ങൾ, മുഅ്ജിസത്തുകൾ ഞാൻ വായിച്ചവനാണ്. അതുകൊണ്ട് നിങ്ങളും ഒരു സത്യപ്രവാചകനാണെങ്കിൽ, നിങ്ങളും റസൂലുള്ളാഹിയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു മുഅ്ജിസത്ത് നിങ്ങൾ കാണിച്ചു തരണം. ഞാൻ പറഞ്ഞ ഒരു മുഅ്ജിസത്ത് നിങ്ങൾ കാണിക്കണ്ടല്ല, ഞാൻ പറയാം. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഷാമിൽ നിന്നിട്ട് ശത്രുവായിട്ട് വന്ന മനുഷ്യൻ ഹബീബായ ഞങ്ങളോട് പറയാണ്, നിങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഹബീബായ ഞങ്ങൾ ചോദിച്ചു, എന്താ വേണ്ടത്, എന്താ കാണിക്കേണ്ടത്? അയാൾ പറഞ്ഞു, ഇപ്പൊ പകരം, ഇപ്പൊ സൂര്യനാണുള്ളത്. ഈ പകരിപ്പോ വാജിക്ക് ഇവിടെ രാത്രിയാവണം. രാത്രിയായിട്ടിപ്പോ അമ്പരിമാവും ചന്ദ്രൻ ഇവിടെ പ്രത്യക്ഷപ്പെടണമോ? സുബ്ഹാനല്ലാഹ്. പകല് പോയിട്ട് രാത്രിയാവണം, സൂര്യൻ പോയിട്ട് ഇവിടെ ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടാൽ മുഹമ്മദാകുന്ന നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്നായി ഒരു വുദൂ ഒന്ന് പുതുക്കി. എന്നിട്ട് ജബൽ അബൂ ഖുബൈസിന്റെ മുകളിൽ കയറി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണു. അപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഹബീബായ തങ്ങളോട് ചോദിച്ചു, നബിയെ നിങ്ങൾക്കുള്ള ആവശ്യം എന്താണ്? ഹബീബായ തങ്ങൾ പറഞ്ഞു, എനിക്ക് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരു മെമ്പർ ഇവിടെ കിട്ടാനുള്ള അവസരമുണ്ട്. അയാൾ മെമ്പറായാൽ അയാളെ കൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഇസ്ലാമിലേക്ക് കടന്നു വരും. അതുകൊണ്ട് അയാൾ ആവശ്യപ്പെടുന്നത്
ഈ പകലിനെ രാത്രിയാക്കണം. സൂര്യൻ പോയിട്ട് ഇവിടെ നിലാവ് വരണം. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹ് തരൂലേ നബിയേ? നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും അല്ലാഹ് പൂർത്തിയാക്കി തരൂലേ നബിയേ? ഹബീബായ ഞങ്ങൾ ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്. മക്ക പ്രദേശങ്ങൾ മുഴുവൻ ഇരുട്ടായി പോയി. എല്ലാം ഇരുട്ടായി. പകല് പച്ച പകലാണ്. ആ പച്ച പകലിലുള്ള സൂര്യൻ മാഞ്ഞുപോയി. ഫുള്ളായിട്ട് ഇരുട്ടാണ്. മാത്രമല്ല ഹബീബ് ഇബ്നു മാലിക് തങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ സൂര്യന്റെ പകരമായി അവിടെ നിലാവ് പ്രത്യക്ഷപ്പെട്ടു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മുഅ്ജിസത്ത് കണ്ട് ഹബീബ് ഇബ്നു മാലിക് ഞെട്ടിപ്പോയി. എന്നിട്ട് അയാൾ ഹബീബായ ഞങ്ങളെ കോർത്തുപിടിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഷാമിൽ നിന്ന് അബൂജഹൽ കൊല്ലാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ച ആ ആള് പോലും നബി തങ്ങളുടെ ആ പ്രത്യേകമായ സൗന്ദര്യം കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങളുടെ ശത്രുക്കളെ പോലും അള്ളാഹു മിത്രുക്കളാക്കാൻ കഴിവുള്ളവരാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശത്രുക്കളെ മിത്രുക്കളാക്കിയതുപോലെ നിങ്ങൾക്കുള്ള ശത്രുക്കളെയും നല്ലവരാക്കാൻ അള്ളാഹ്ക്ക് കഴിയും എന്നതിന്റെ ഒരു സൂചനയാണ് ഇത് എന്ന് ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ വിവരിക്കുകയാണ്. അല്ലാഹു തആല അവിടുത്തെ മദ്ഹ് ചൊല്ലുന്ന, അവിടുത്തെ ജീവിതങ്ങൾ പഠിക്കുന്ന ഇതുപോലെയുള്ള മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണം. അല്ലാഹ് നമ്മുടെ ഖൽബും ഈമാനും കൊണ്ട് നീ വെളിച്ചമാക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇച്ചനങ്കോട് ഇവിടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ സ്നേഹനിധിയായ ഒരു കുഞ്ഞുമോനാണ്. ആൺമക്കളിൽ ആദ്യത്തെ മോന് നല്ലൊരു കുട്ടിയായിരുന്നു. ചെറിയ ആ ഒരു വയസ്സിൽ തന്നെ ഞങ്ങൾ കണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്നായിട്ട് ഇന്നലെ ഒരു അപകടത്തിൽ വിട്ട് മരിച്ചുപോയി. അല്ലാഹ് ആ കുടുംബത്തിന് നീ സബർ നൽകണേ റഹ്മാനെ. ഉമ്മ എങ്ങനെ സഹിക്കുമെന്ന് അറിയില്ല. ഉമ്മ നല്ലോണം സ്നേഹത്തോടെ പോറ്റി വളർത്തിയ നല്ലൊരു ദീനീചിറ്റയായി വളർന്നു വന്ന ഒരു കുട്ടിയായിരുന്നു. അല്ലാഹുവേ നീ പൊരുത്തു കൊടുക്കണേ റബ്ബേ. ശുഹദാഇന്റെ ദർജ നൽകണേ അല്ലാഹ്. ശുഹദാഇന്റെ ദർജ നൽകണേ അല്ലാഹ്. ഒരുപാട് കാലം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കണ്ടിട്ട് പോറ്റിയ ആ മകനെ അല്ലാഹ് നിന്റെ വിധി പോലെ നീ വിളിക്കുമ്പോ ആ വിധിയിൽ വല്ല ഖൈറുണ്ടാവും. പക്ഷേ കുടുംബത്തിന് അത് അറിയില്ല. പടച്ചോനെ അത് താങ്ങാനും അത് മനസ്സിലാക്കി സഹിക്കാനുമുള്ള കഴിവ് ആ ഉമ്മാക്കും ആ ഉപ്പാക്കും അവരുടെ ആ കൂട്ടുകാരന്റെ സഹോദരിക്കും സഹോദരന്മാർക്കും നീ നൽകണേ റബ്ബേ. നീ നൽകണേ അല്ലാഹ്. അതുപോലെയുള്ള പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നിട്ട് സാധുക്കളായ ഞങ്ങളെ, നമ്മുടെ മക്കളെ, കുടുംബങ്ങളെ, പ്രവാസികളായി അധ്വാനിക്കുന്നവര്, എല്ലാ ദിവസങ്ങളിൽ വാഹനങ്ങളിൽ മറ്റും യാത്ര ചെയ്യുന്ന സർവ്വ മുസാഫിരിങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. നീ കാക്കണേ അല്ലാഹ്. നീ കാക്കണേ അല്ലാഹ്. وجهك يا سعد يا كريم الوالدين حوضك صافي المبارك بردنا يوم النشور عليه سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ارحم الراحمين يا الله. നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളുമായി വസിയ്യത്ത് ചെയ്തവരുടെ അല്ലാഹ് നമ്മുടെ ഹബീബായ തങ്ങളുടെ മീലാദുൻ നബി കടന്നു വരുമ്പോ ആ മീലാദുൻ നബിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സഹായിച്ചവരാണ്, സഹകരിച്ചവരാണ്. പടച്ചവനെ അതിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹ് അവർക്കെല്ലാം ഹബീബായ തങ്ങളുടെ പ്രത്യേകമായ കാവല് നൽകണേ അല്ലാഹ്. മദദ് നൽകണേ അല്ലാഹ്. നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി ഒരാൾ ഒരു 4 ഫാനുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. പടച്ചവനെ ഒരു ശരിയായ സ്വതത്തയായതിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്.
റബ്ബേ നൽകിയവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ കബറിൽ അതിന്റെ തവാബ് നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹ് ഈ ആഴ്ച മുഴുവനും ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയും മാലിന്യ നിവാസികളും വലിയ വലിയ സന്തോഷത്തിലാണ്. ഹബീബായ തങ്ങളുടെ ജന്മദിനം കൊണ്ടുള്ള സന്തോഷമാണ്. എല്ലാ പരിപാടികളും വൻ വിജയത്തിലാക്കണേ അല്ലാഹ്. അതിന്റെ നല്ല കാലാവസ്ഥ ഇവിടെ നീ ഉണ്ടാക്കി തരണേ റഹ്മാനെ. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും അല്ലാഹ് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ രൂപത്തിലും പടച്ചവനെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് മോമിനികൾ, ഇവിടത്തെ ജമാഅത്ത് കമ്മിറ്റിയുടെ ആളുകൾ, ഇവിടത്തെ മാലിന്യ നിവാസികൾ, അല്ലാഹ് ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മക്കൾ, ചെറുപ്പക്കാർ, പ്രായമുള്ളവർ എല്ലാവർക്കും ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് നീ നിർബന്ധമാക്കണേ അല്ലാഹ്. അവിടുത്തെ ഹൗദുൽ കൗസർ നീ ഹലാലാക്കി തരണേ അല്ലാഹ്. അവിടുത്തെ പ്രത്യേകമായ ദുആ കൊണ്ട് സലാമത്ത് ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹ് ഞങ്ങളെയും പറയപ്പെട്ടവരെയും നമ്മിൽ നിന്നും പറയപ്പെട്ടവരിൽ നിന്നും മരിച്ചുപോയ ആളുകളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. حسبنا الله